ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം നല്ല ചൂടിനും ഇഫ്താറിനൊക്കെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. സിംഗപ്പൂരും മലേഷ്യയിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു വലിയ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പൈനാപ്പിൾ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഈ പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു കാമ്പ് പോലത്തെ ഒരു പാർട്ട് ഉണ്ടല്ലോ, അത് അങ്ങ് കളഞ്ഞേക്ക് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പൈനാപ്പിൾ മുഴുവനായിട്ടും ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതാ പൈനാപ്പിൾ കട്ട് ചെയ്തത് മുഴുവനും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് എടുക്കുന്നത് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ്. അതിൻ്റെ വൈറ്റ് പാർട്ട് മാത്രം എടുക്കുക. അപ്പോൾ ഇതാ ഇതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു തേങ്ങ ചിരവിയതിന് പകരമായിട്ട് തേങ്ങാപ്പാൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് 2-3 മിൻറ്റ് ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മിൻറ്റ് ലീഫ് ആവശ്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാലാണ് എടുക്കുന്നതെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ ഇനി ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ജ്യൂസ് ഇവിടെ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പ വെച്ച് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ച് എടുത്തതിന് ശേഷം ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പം സിംഗപ്പൂരും മലേഷ്യയിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൈനാപ്പിൾ ജ്യൂസൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്, പക്ഷെ അതിൻ്റെ കൂടെ തേങ്ങ ചേർത്ത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. ഈ ഒരു ചൂടിനും ഈ ഇഫ്താറിനൊക്കെ നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ് ഈ ഒരു ജ്യൂസ്. അപ്പോൾ ഇതാ ഞാനിവിടെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല തണുപ്പിച്ച് തന്നെ ഈ ഒരു ജ്യൂസ് കുടിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ പൈനാപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതിവിടെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതാ ജ്യൂസൊക്കെ ഞാനിവിടെ ഗ്ലാസ്സിൽ സെർവ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ലൂസായിട്ട് നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ആ ഒരു തിക്നെസ്സിലാണ് ഈ ഒരു ജ്യൂസ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ജ്യൂസ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.